പിണറായി വിജയന്റെ മകള് കോടിക്കണക്കിന് രൂപ കട്ടു അല്ലെങ്കിൽ വെട്ടിപ്പ് നടത്തി എന്നുള്ള ഒരു കാര്യം ഇപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ പാവപ്പെട്ട നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആളുകളെയൊക്കെ അടിച്ചോടിക്കുന്നുണ്ട്. ഊളത്തരാണത്. അതൊരിക്കലും സമ്മതിക്കാൻ പാടില്ല. അതിനിടയിൽ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ വാഹനം അടിച്ചു പൊളിച്ചു അല്ലെ. ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഒരിക്കലും കളവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അത് ഇനി പടച്ച തമ്പുരാനാണെങ്കിൽ ജനാധിപത്യ രാജ്യമാണ്, അത്രേ പറയുന്നുള്ളൂ. പക്ഷെ ആ ഒരു കഥയുടെ ഇടയിൽ മറ്റൊരു കഥ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് കാണാം. CMRLന്റെ ആളിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടിക്കാർ മാത്രമല്ല കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ പണം മേടിച്ചിട്ടുണ്ട്. സന്തോഷായില്ലേ? ഇനി അരുൺ സാറ് പറയുന്ന കാര്യം നിങ്ങൾ മുഴുവനായിട്ട് ഇതൊന്ന് കേൾക്കണം. കേട്ടാ എന്നതിന് ശേഷം നമുക്ക് ബാക്കി പറയാം. ബാക്കി രണ്ടുപേർ മാത്രമേ നമ്മുടെ മുന്നിൽ ഈ നിമിഷം പോലും CMRൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് സമ്മതിച്ചിട്ടുള്ളൂ. അതിലൊരു നേതാവിന്റെ പേര് രമേശ് ചെന്നിത്തല, ആഭ്യന്തരമന്ത്രി. രണ്ടാമത്തെ നേതാവ് കുഞ്ഞാലിക്കുട്ടി. മൂന്നാമത്തെ നേതാവ് അങ്ങനെ പ്രതികരിക്കാൻ നമ്മളോടൊപ്പമില്ല, ഇബ്രാഹിം കുഞ്ഞ്. മകൻ ഇപ്പോഴും VD സതീശൻ മന്ത്രിസഭയിലുണ്ട്, അബ്ദുൽ ഗഫൂർ. അപ്പോ 20,000 രൂപ മാത്രമേ ക്യാഷായി സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന ഇൻകം ടാക്സിന്റെ ചട്ടം ലംഘിച്ച് ക്യാഷായി നിങ്ങൾ എത്ര രൂപ വാങ്ങി? അത് ATGG പ്രകാരം, ഇൻകം ടാക്സ് ആക്ടിന്റെ ATGG സെക്ഷൻ പ്രകാരം നിങ്ങൾ ടാക്സ് 11 അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇവിടെയാണ് പ്രശ്നം. ഈ പണം IT സെറ്റിൽമെന്റ് റിപ്പോർട്ടിൽ പറയുന്നത് പോലെ പാർട്ടികൾക്ക് കൊടുത്തതായിട്ട് കണ്ട് എഴുതി തള്ളിയിട്ടില്ല. കാരണം എന്താ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻകം ടാക്സ് ആക്ടിന്റെ ATGG B പ്രകാരം വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്ത ഡൊണേഷനായിട്ട് കണക്കാക്കുന്നില്ല. ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്ത ഡൊണേഷനായി കണക്കാക്കുന്നില്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കൾ CMRൽ നിന്ന് വാങ്ങിയ പണത്തെ എന്തായിട്ട് കണക്കാക്കേണ്ടി വരും? ഇല്ലീഗൽ പേയ്മെന്റ് ആയിട്ട് കണക്കാക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് ബ്രൈബ് ആയിട്ട് കണക്കാക്കേണ്ടി വരും എന്നുള്ളതാണ് സെറ്റിൽമെന്റ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇല്ലീഗൽ പേയ്മെന്റ് ആയിട്ട് 40 കോടി രൂപ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് വളരെ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് കൊടുക്കുകയും 95 കോടി രൂപ കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട് കൊടുക്കുകയും ചെയ്തൊരു കേസ് നമ്മുടെ മുന്നിലുണ്ട്. ഇതടക്കമാണ് 182 കോടി രൂപയുടെ കേസ് ED പരിശോധിക്കുന്നത്. അതിൽ വീണ തൈക്കണ്ടിയുടെ ഭാഗം എത്രയാണ് വരുന്നത്? 2,82,00,000 രൂപ. 2,72,00,000 രൂപയാണ് വീണ തൈക്കണ്ടിയുടെ കേസ്. അപ്പൊ 182 കോടി രൂപയുടെ കേസ് അന്വേഷിക്കുന്നു. 2,78,00,000 രൂപ വീണ തൈക്കണ്ടി ഒരു ഇല്ലീഗൽ പേയ്മെന്റ് എന്ന നിലയിൽ സർവീസ് കൊടുക്കാതെ പണം ഒരു AMC ഒപ്പിട്ട് CMRൽ നിന്ന് പൈസ വാങ്ങിയതായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തെളിവ് കാണിച്ച് അതിനുള്ള GST അടച്ച് ഇൻകം ടാക്സ് അടച്ച് AMC കരാറും ഒപ്പുവെച്ച് പണം വാങ്ങിയിരിക്കുന്നു. അപ്പൊ അവിടെ അവശേഷിക്കുന്ന ചോദ്യം എന്താ? അത് കള്ളപ്പണമാണോ? നിങ്ങൾ ടാക്സ് അടച്ച് GST അടച്ച് AMC വെച്ച് 2,78,00,000 രൂപ, അതിൽ 50 ലക്ഷം രൂപ ലോണായിട്ടും ബാക്കി പൈസയായിട്ടും വാങ്ങിയിരിക്കുന്നു. എനിക്ക് സംശയമുണ്ട് വീണ എന്ത് സർവീസാണ് കൊടുത്തതെന്നറിയാൻ എനിക്കൊരു സംശയമുണ്ട്. അതൊരു പൊളിറ്റിക്കൽ ധാർമ്മികതയുടെ പ്രശ്നമാണ്. പക്ഷേ അത് കള്ളപ്പണത്തിന് വിഷയമാവുന്നത് എങ്ങനെയാ? കാരണം അവിടെ നിങ്ങൾക്ക് ടാക്സ് അടച്ചാൽ, നിങ്ങൾ GST കൊടുത്താൽ, നിങ്ങൾ AMC രേഖാമൂലം കൊടുത്താൽ, ഇതൊന്നും കൊടുക്കാത്തവരെ നിങ്ങൾ എന്തായിട്ട് കണക്കാക്കുന്നു? ഇതൊന്നും കൊടുക്കാത്തവരെ ED അനങ്ങുന്നില്ല. ഇതെല്ലാം ടാക്സ് മുഖാന്തരം, രേഖാമുഖാന്തരം കൊടുത്ത ആളുടെടുത്തേക്ക് 2,78,00,000 പേരിൽ 12 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നു. ഇതിനെ നാടകമെന്നല്ലാതെ മറ്റെന്താ വിശേഷിപ്പിക്കുക? അപ്പോ നിങ്ങളുടെ മുന്നിൽ തെളിവുകൾ സഹിതം ഒരു കക്ഷി വന്ന് പറയാണ് ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് CMRലും പറയുന്നു. രേഖകൾ എവിടെയുണ്ട്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്, GSTയിലുണ്ട് എന്ന് പറയുന്നു. ഇനി GSTയിലോ IT പണം കൊടുത്തു പോയില്ലെങ്കിൽ പിഴ അടച്ചു പോകാവുന്ന കേസാണ്. ഈ കേസിൽ എന്താ SFIO ചാർജ് ചെയ്തിരിക്കുന്നത്? സെക്ഷൻ 447 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിലവിൽ കമ്പനീസ് ആക്ട് പ്രകാരം സെക്ഷൻ 447 പ്രകാരമുള്ള ഒരു കേസേ വീണ തൈക്കണ്ടിക്കുള്ളൂ. അതിൽ ഇല്ലീഗൽ പേയ്മെന്റ്, കൊടുക്കാത്ത സർവീസിൽ പ്രതിഫലം പറ്റി എന്നുള്ളത് മാത്രമാണ് കേസ്. കള്ളപ്പണത്തിന്റെ കേസ് അവിടെ ഇല്ല. അവിടെയാണ് PMLA ഉപയോഗിച്ചുകൊണ്ട് വീണ തൈക്കണ്ടിയിലേക്ക് മാത്രം ഫോക്കസ് ഉണ്ടാവുന്നതും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 130 കോടി രൂപ അമ്പലങ്ങൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക്, നേതാക്കൾക്ക്, മാധ്യമ സ്ഥാപനങ്ങൾക്ക് കൊടുത്ത പണമുണ്ട് എന്നുള്ള കണ്ടെത്തൽ വളരെ ശ്രദ്ധേയമാകുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ പൊളിറ്റിക്കൽ ഇമ്പാക്ട് ഈ പറയുന്ന നേതാക്കളിലേക്ക് ED വന്നു കയറുമ്പോൾ എന്താണ് പറയാനുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ? എവിടെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നു? എന്റെ പൊന്ന് സതീശ മുതലാളി, എന്താണ് നാക്കിനൊരു എല്ലുമില്ലെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടെ നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ കായ് വാങ്ങിയിട്ടുണ്ട്, പിരിവായിട്ട് വാങ്ങിയിട്ടുണ്ട്, ഇതിനൊക്കെ GST അടച്ചിട്ടുണ്ടാ? ഇതൊക്കെ ഏത് അക്കൗണ്ടിക്കാ പോയിട്ടുള്ളത്? റെസീപ്റ്റ് കൊടുത്തിട്ടുണ്ടാ? ചോദ്യം ചോദിക്കും ആളുകൾ, അപ്പൊ ഉത്തരം പറയണം. എനിക്ക് തോന്നുമ്പോൾ ഉത്തരം പറയാൻ പറ്റുള്ളൂ എന്നുള്ള ധാർഷ്ട്യം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ധാർഷ്ട്യാട്ടോ. പിണറായി വിജയന് ഭയങ്കര ധാർഷ്ട്യാണ് പോലും. എന്റെ പൊന്ന് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നിങ്ങൾ വോട്ട് ചെയ്ത ആർക്കാണെങ്കിലും ശരി, നിങ്ങൾ കൺമുന്നിൽ കാണുന്ന അനീതി അത് ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. ഇവിടെ ഇവർക്ക് എന്തോ കൊമ്പുണ്ടോ, അവർക്ക് എന്താ വാലുണ്ടോ എന്നൊരു ചോദ്യം അവിടെ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. ചില ഇൻഫ്ലുവൻസേഴ്സൊക്കെ, ചില ഇൻഫ്ലുവാണങ്ങളൊക്കെ പിണറായി വിജയനെ ഭയങ്കരമായിട്ട് വെറുത്തുകൊണ്ട് വീട് ചെയ്തിട്ട് ആളുകളുണ്ട് എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചു അത് ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പുതിയ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ചെയ്യുന്ന എന്തെങ്കിലും പൊട്ടത്തരണങ്ങൾ വിളിച്ചു പറയുന്നില്ല. ഇല്ല, ഒരാളും പറയുന്നില്ല. ഇതെന്താണ്? അത് PR വർക്ക് വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചോദിക്കുകയാണ്. ഞാൻ മാത്രമാണ് തോന്നുന്നു ഈ വിഷയത്തിൽ നിഷ്പക്ഷമായിട്ട് 2 പേര് ചെയ്ത ഊളത്തരം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഊളത്തരം ചെയ്തിട്ടുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല, അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റുള്ള ആളുകളൊക്കെ പൂക്കി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. എന്റെ പൊന്ന് സഹോദരന്മാരെ, എമ്മാതിരി നുണകളാണ് അദ്ദേഹം പറഞ്ഞു കൂട്ടിയിട്ടുള്ളത്. അതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ? പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം. പിന്നെ പറയാൻ കഴിഞ്ഞെന്ന് വരില്ല, അതുകൊണ്ട് പറയാണ്. സുലാൻ.